യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും നന്മകളും വലിയ കരുണയും നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും, അതുമാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പിതാക്കന്മാർ പൂർവികരുടെ മേലും ചൊരിയാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ നവംബർ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കത്തോലിക്ക തിരുസഭ പ്രത്യേകമായിട്ട് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ് നവംബർ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വണക്കമാസമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണത്തിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഒരു നിഴല് പോലെ നമ്മുടെ കൂടെ മരണമുണ്ട്. മരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. യേശു പറയുന്നുണ്ട്, മരണം കള്ളനെ പോലെ കടന്നു വരുമെന്ന്. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനാണ് വരുന്നത്. മുൻപേ സമയം അറിയിച്ചിട്ടല്ല കള്ളൻ വരുന്നത്. മരണം കള്ളനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആ മരണത്തിൻ്റെ അപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. നിത്യമായ സന്തോഷം, ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട് ആരാധിച്ചുകൊണ്ട് നിത്യമായ ഒരു ജീവിതത്തിലേക്ക് എത്തപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാ നാം ഓരോരുത്തരും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുവിൻ്റെ കുരിശിലെ മരണവും അതിനുശേഷം യേശുവിനെ കല്ലറയിൽ അടക്കി 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പിന്നീട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. ആ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മുടെ രക്ഷകനായ യേശു തന്നെയാണ്. അവൻ മഹത്വത്തിൻ്റെ രാജാവായി, രാജാക്കന്മാരുടെ രാജാവായി, സർവശക്തനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക. അവൻ തൻ്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് മാനവരാശിയെ മുഴുവൻ രക്ഷിച്ചു. സകല മനുഷ്യർക്കും വേണ്ടി പാപത്തിന് പരിഹാര ബലിയായിട്ട് അവൻ തീർന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാൽ എനിക്ക് നിങ്ങൾക്കും സ്വർഗത്തിൽ ഇടമുണ്ട്. മരണമെന്ന ആ വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ആ വലിയ ഒരു സത്യത്തെക്കുറിച്ച് നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. മനുഷ്യന് ചിന്തിക്കുവാനായിട്ട് വളരെ താല്പര്യം കുറവുള്ളൊരു വിഷയമാണ് മരണമെന്ന് പറയുന്നത്. കാരണം ഈ ലോകത്തിൻ്റെതായ സുഖവും പ്രശസ്തിയും നേട്ടങ്ങളും ഇതൊക്കെ അനുഭവിച്ച് ഇവിടെ സ്ഥിരമായിട്ട് ഒരിക്കലും ആർക്കും ജീവിക്കുവാനായിട്ട് കഴിയില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ഒരു ജീവിതമാണ്. ഒരു 100 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ
മനുഷ്യന്റെ ജീവിതത്തിൽ അത് ദീർഘകാലമാണ്. പക്ഷേ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കാലമാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം ജീവിക്കാം. ഈ ജീവിക്കുന്ന കാലം ദൈവത്തെ സ്നേഹിച്ച്, സഹോദരനെ സ്നേഹിച്ച്, ദൈവവചനത്തിന് സാക്ഷ്യം കൊടുത്ത്, സഭയോട് ചേർന്ന് കൂദാശ ജീവിതം നയിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയരുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നമ്മൾ. പലപ്പോഴും ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കുന്നില്ല. ജീവിതത്തിലെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ അല്ലെ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുടുംബത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, സമ്പത്ത് നേടുവാനുള്ളതായ നെട്ടോട്ടം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചും ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഒത്തിരിയേറെ നല്ലതാണ്. ഹല്ലേലൂയ. എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു കുടുംബം, അവരുടെ കുടുംബത്തിൽ 6ഓളം മക്കളുണ്ട്. ആ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി മന്ദബുദ്ധിയായ, വൈകല്യമുള്ളൊരു കുട്ടിയായിരുന്നു. ഞാൻ ഓർക്കുന്നു, അവരെ കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരേറ്റവും അധികം സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഈ മന്ദബുദ്ധിയായ വൈകല്യമുള്ള കുഞ്ഞിനെയാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും, സഹോദരങ്ങൾക്കും സഹോദരിമാർക്കൊക്കെ ഈ വൈകല്യമുള്ള കുഞ്ഞിനോട് വലിയ സ്നേഹമാണ്. അവരൊക്കെ പറയുന്ന വലിയ ഒരു കാര്യമുണ്ട്. വലിയ ദാരിദ്ര്യത്തിലും കഷ്ടതയിലൂടെയൊക്കെ കടന്നുപോയ ആ കുടുംബം ഇന്ന് അവിടുത്തെ മക്കളൊക്കെ ജർമ്മനിയിലും UK-യിലും വിദേശങ്ങളിലൊക്കെയാണ്. ഈ ഒരു കുട്ടിയുടെ, ഈ വൈകല്യമുള്ള ഈ കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് അവരെ കുടുംബത്തില് ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടുന്നത്. ഈ വൈകല്യമുള്ള കുഞ്ഞിനെ ഏറ്റവും അധികം അവർ സ്നേഹിച്ചു. ദൈവം ദാനമായിട്ട് കൊടുത്ത കുഞ്ഞാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ആ മാതാപിതാക്കന്മാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയി. ഈ വൈകല്യമുള്ള ഉണ്ടായിരുന്ന കുഞ്ഞ്, ആ കുഞ്ഞും 10-22 വയസ്സായപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. കാലങ്ങൾ എത്രയോ കടന്നുപോയി. ആ കുടുംബത്തിലെ എല്ലാ മക്കളും വലിയ ഉയർച്ചയില്, സമ്പന്നതയില്, എല്ലാ നന്മകളും ദൈവം നൽകിയ എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ടായിരുന്നു ജീവിക്കുന്നത്. ഹല്ലേലൂയ. അവൾ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ലോകത്തില് കഷ്ടപ്പാടുള്ളൊരു ജീവിതം ഉറപ്പാണ്. കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും ജീവിതത്തിൻ്റെ പരാജയങ്ങളും ജീവിതത്തിൻ്റെ ഉയർച്ചകളും പ്രിയപ്പെട്ടവരുടെ തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും കണ്ണുനീരും വേദനകളും എല്ലാം നമ്മൾ അനുഭവിച്ച് കടന്നു പോകേണ്ടവർ തന്നെയാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാ. വചനം പറയുന്നു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മരണത്തിന്റെ അപ്പുറം അവന്റെ കൂടെ അവൻ നമ്മളെ ഇരുത്തുമെന്ന വചനം പറയുന്നത്. വെളിപാട് 3:21 പറയുന്നു, വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വിജയം വരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും പാപത്തെയും സാത്താന്റെ പ്രവർത്തനങ്ങളെയും ജഡമോഹങ്ങളെയും ലോകത്തിൻ്റെ മോഹങ്ങളും ആസക്തികളും ഇതിനൊക്കെ അതിജീവിച്ച് ഈ ലോകത്തിൽ വിജയം വരിച്ചുവെങ്കിൽ മാത്രമേ വിജയികളോടുകൂടെ സ്വർഗത്തിൽ നമുക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ.
വെളിപാടിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തില് 9 മുതൽ 12 വരെ വചനം പറയുന്നു. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ ദർശനമാണ്, സ്വർഗത്തിന്റെ ദർശനമാണ്. ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയ ഒരു ജനക്കൂട്ടം. സ്വർഗത്തിന്റെ ദർശനമാണിത്. വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ ഒരു ദൃശ്യം കാണുകയാണ്. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും ജാതികളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനു മുമ്പിലും കുഞ്ഞാടിന് മുമ്പിലും നിന്നിരുന്നു. അവര് എല്ലാവരും വെള്ളയങ്കി ധരിച്ചിരിക്കുക. വെണ്മയുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അവ മിന്നി തിളങ്ങുന്നുണ്ട്. അവരുടെ കൈകളില് കുരുത്തോലയുണ്ട്. യോഹന്നാൻ ശ്ലീഹ കാണുന്ന ദർശനത്തില് പിതാവിനെയും പുത്രനെയും അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനെയും കാണുകയാണ്. അവ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണിത്. പരിശുദ്ധ മറിയവും മാലാഖമാരും വിശുദ്ധരുമെല്ലാം ഒന്നുചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗത്തിന്റെ ആ സൗഭാഗ്യത്തിലേക്ക് നമ്മളെ കർത്താവ് വലിയ സ്നേഹത്തോടെ വിളിച്ചിരിക്കുകയാണ്. മരണത്തെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. മരണത്തെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ മരിക്കുമ്പോൾ അവരുടെ ജീവിതമൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, ഒരു കാർ അപകടം, രാത്രി നടന്നൊരു കാർ അപകടത്തില് ആ വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ മരിക്കുകയാണ്. യുവതീവാക്കന്മാരാണ്, അവരെല്ലാവരും മരിച്ചു. അപ്പൊ എത്രയോ അപകട മരണങ്ങള്, ദുർമരണങ്ങള്, ആത്മഹത്യകള് ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളില് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അപകട മരണങ്ങളിൽ നിന്നും ദുഷ്ടനിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളണമെന്ന്. അത് നിരന്തരമായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദുഷ്ടനിൽ നിന്ന്, പിശാചിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അപകട മരണങ്ങള്, ദുർമരണങ്ങള് ഞങ്ങൾക്കുണ്ടാകാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. അതായത് കൂദാശകൾ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ശാന്തമായ ഒരു മരണം ലഭിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. അത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. ആ ലക്ഷ്യം നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഓർത്തിരിക്കണം. ആ മരണത്തെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ പാപത്തിന്റെ വഴികളിലേക്കോ അധാർമികതകളിലേക്കോ നമ്മൾ പോവില്ല. വചനം വീണ്ടും തുടരുകയാണ്. അതായത് വെള്ള വസ്ത്രമണിഞ്ഞ് കുരുത്തോല കയ്യിൽ പിടിച്ച വലിയൊരു ജനക്കൂട്ടം, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയൊരു ജനക്കൂട്ടം സ്വർഗത്തിലാണിത്. അവര് ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. വഴി യേശുവാ, സ്വർഗത്തിലേക്കുള്ള വഴി. സത്യം യേശു മാത്രമാ. ജീവൻ, നിത്യമായ ജീവൻ നൽകുന്നവൻ യേശു മാത്രമാ. യേശു ക്രിസ്തുവിടെ മാത്രമേ നിത്യമായ ആ സന്തോഷത്തിൽ, സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്
സ്വർഗമാ. പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിന്റെ വഴികളിലൂടെ നമ്മൾ നടന്നു പോകേണ്ടവരാ. അങ്ങനെ നടക്കുമ്പോഴും വീഴാൻ സാധ്യതയുണ്ട്. തെറ്റുകളിലേക്കും അശുദ്ധികളിലേക്കുമൊക്കെ വീണു പോകാതെ നേരിന്റെ പാതയിലൂടെ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ കുരിശുമെടുത്തുകൊണ്ട് ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. കുരിശിന്റെ വഴിയിലൂടെ നടന്നു മാത്രമേ സ്വർഗത്തിലെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിനു മുൻപിൽ കമിഴ്ന്നു വീണു. ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുൻപിൽ, ദൈവത്തിന് മുൻപിൽ അവരെല്ലാവരും കുമ്പിട്ടു വീണു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുക, അവർ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആമേൻ, നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ അധികാരവും, എല്ലാ സ്തുതിയും, എല്ലാ ബഹുമാനവും ആധിപത്യവും എല്ലാം അവിടുത്തേക്കുണ്ടായിരിക്കട്ടെ. ഇത് പറഞ്ഞാണ് അവരെല്ലാവരും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായിക്ക് മഹത്വത്തിന്റെ ഈ വലിയൊരു ദർശനം കാണിച്ചതിലൂടെ സ്വർഗത്തെക്കുറിച്ചുള്ളൊരു ഭാഗികമായൊരു വെളിപ്പെടുത്തല് നമുക്ക് ദൈവം നൽകുകയായിരുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് അനേകം ആത്മാക്കളുണ്ട്. സഭ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: സമരസഭ, വിജയസഭ, സഹനസഭ. നമ്മൾ സമരസഭയിലാണ്, വിജയസഭ സ്വർഗമാണ്. സഹനസഭ അത് ശുദ്ധീകരണ സ്ഥലമാണ്. പൂർണ്ണമായ വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തിൽ മരിക്കാത്തവർ, എല്ലാ മനുഷ്യരും പൂർണ്ണമായ വിശുദ്ധിയിലായിരിക്കത്തില്ല മരിക്കുന്നത്. അവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ സ്വർഗത്തിൽ എത്തുകയുള്ളൂ. ബാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വലിയ വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ വലിയ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഓയൻ്റെ ഈശോയെ എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി. പരിശുദ്ധ അമ്മയും വിശുദ്ധരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകാറുണ്ട് അവിടുത്തെ ആത്മാക്കളെ ആശ്വസിപ്പിക്കാനായിട്ട്. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാരും പൂർവികരും ഒരുപക്ഷെ അവർക്കൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്നു ചെയ്യാൻ പറ്റും. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാ, പ്രാർത്ഥിക്കുക. അവരുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുർബാന ചൊല്ലിച്ച് നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുപടി വിചാരിക്കരുത്. പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുർബാന ചൊല്ലിക്കണം. നിരന്തരമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധാരണയായിട്ട് എല്ലാ കാലങ്ങളിലും നവംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേയും നന്മറിഞ്ഞോറിയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലി നമ്മൾ ബലിയർപ്പിച്ച ദേവാലയത്തിലോ അല്ലെങ്കിൽ സെമിത്തേരിയിലോ പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം അതിന് ഇളവ് തന്നിട്ടുണ്ട് പിതാവ്. അപ്പോൾ ഈ 30 ദിവസങ്ങൾ, നവംബർ 30 ദിവസവും
നമുക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിക്കാൻ സാധിക്കും. നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി ദേവാലയത്തില് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലിരുന്ന് പോലും ഇപ്പം നമുക്ക് പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനത്തിനായിട്ട് നേടുവാനായിട്ട് സാധിക്കും. സെമിത്തേരിയിൽ പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. സെമിത്തേരിയിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുക. അവിടെ സഭ തരുന്ന ഈ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുവാൻ, അത് വാങ്ങിച്ചെടുക്കുവാനുള്ള ഒരു വിശ്വാസത്തിന്റെ തീഷ്ണത നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 4-5 വചനം പറയുന്നു, എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർസീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. വിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പാപത്തിന്റെ കറമൂലം നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. വെളിപാട് 3-5 വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും, ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഒരിക്കലും മായ്ച്ചു കളയത്തില്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുകയാണ്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ? അതിൽ സന്തോഷിക്കാനാ പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാവണം. അവിടുന്ന് നമ്മുടെ വെള്ളവസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം കൃപയാൽ നമ്മളെ പൊതിയും. മലിനരാകരുത്, അശുദ്ധരാകരുത്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എല്ലാവരും കേൾക്കട്ടെ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തില് ഇപ്രകാരമാണ് പറയുന്നത്. അവിടെയും ജീവന്റെ പുസ്തകത്തെ കുറിച്ച് പറയുകയാണ്. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്ന് ഉണ്ടാവും. വരാനിരിക്കുന്ന കാര്യമാണ്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള സൂചന. ഭൂമിയിൽ ഇന്നോളം ഉണ്ടാകാത്ത കഷ്ടതകളും പീഡനങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഗ്രന്ഥത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള എല്ലാവരും രക്ഷപ്പെടും. ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ടും ഉണർന്നു നിൽക്കും. ഹല്ലേലൂയ. അവൾ നിത്യമായ ജീവൻ സ്വന്തമാക്കണമെങ്കിൽ വചനമനുസരിച്ച് വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മൾ നടക്കണം. പാപത്തിന്റെ വഴികളെ പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുപേക്ഷിക്കണം. വീണ്ടും ഇതാ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് ഇപ്രകാരം പറയുന്നു. 3-ാം അധ്യായത്തിന്റെ 16 വചനം. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു. കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ദൈവ ഭയമുള്ളവർ പരസ്പരം സംസാരിച്ചു. അടുത്ത ആ വാക്ക് വളരെ മനോഹരമാണ്. കർത്താവ് അവരെ ശ്രദ്ധിച്ചു. ദൈവ ഭയമുള്ളവർ പരസ്പരം എന്താണ് സംസാരിക്കുന്നത് കർത്താവ് ശ്രദ്ധിച്ചു. കർത്താവ് അത് കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. ദൈവ ഭയമുള്ളവർ, ദൈവത്തിന്റെ നാമം ധ്യാനിക്കുന്നവർ, കർത്താവിന്റെ നാമത്തെ പേര് പ്രതി സഹനമേറ്റുവാങ്ങുന്നവർ, നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ,
അവർക്ക് വേണ്ടി ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. ഹല്ലേലൂയാ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. ആ ഗ്രന്ഥത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഇന്നത് ചിന്തിക്കണം, ധ്യാനിക്കണം. എൻ്റെ പേര് കർത്താവിന് മുമ്പിൽ ആ ഗ്രന്ഥത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ? ഈ ലോകത്തിലെ ഹ്രസ്വമായ ജീവിതം അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നിത്യമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ? അത് നന്നായിട്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. മഹാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധനാണ്. ആ വിശുദ്ധൻ തന്നെ മരണസമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ഞാൻ മരിക്കേണ്ടത് മണ്ണിൽ കിടന്നാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വസ്ത്രങ്ങളെല്ലാം മുരിഞ്ഞു മാറ്റിയിട്ട് മരിക്കുന്നതിന് മുമ്പ് എന്നെ മണ്ണിലേക്ക് എടുത്ത് കിടത്താൻ, തറയിലേക്ക് എടുത്ത് കിടത്താനാണ് പറയുന്നത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങും. ഹല്ലേലൂയ. മണ്ണിലേക്ക് തന്നെ മടങ്ങും. നമ്മൾ നേടിയതൊന്നും നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിച്ചൊന്നും കൊണ്ടുപോകത്തില്ല. നമ്മൾ ആരെ സ്നേഹിച്ചോ ആ സ്നേഹം, ആർക്കൊക്കെ ഉപകാരങ്ങളും നന്മകളും ചെയ്തു കൊടുത്തോ അതുമാത്രമേ നമുക്ക് വേണ്ടി പ്രതിഫലമായിട്ട് ഉണ്ടാവത്തുള്ളൂ. നീ ജീവിച്ചിരുന്ന നാളിൽ ദൈവത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു? അതുമാത്രമേ ഉള്ളൂ. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെടണം. നമുക്ക് അനുദപിക്കാം, കർത്താവിലേക്ക് തിരിച്ചു മടങ്ങി വരാം, യേശുവിനെ മുറുകെ പിടിക്കാം, യേശുവിനെ ഒത്തിരി സ്നേഹിക്കാം, അവനോട് കൂടെ നിത്യമായ ജീവിതം അതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശയും ഏറ്റവും വലിയ ചിന്തയും. കർത്താവ് സമൃദ്ധമായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.